നിങ്ങളെ ബിസിനസ് വളരാത്തത് നിങ്ങളെ കോമ്പറ്റീഷൻ കൊണ്ടൊന്നല്ല, അഥവാ നിങ്ങൾ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട് താനും, എന്നാൽ ആ മാർക്കറ്റിങ്ങിന് സിസ്റ്റം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ബിസിനസ് വളരില്ല എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഷോപ്പിലേക്ക് ദിവസവും 100 പേര് കയറുന്നു. അവർ എവിടെ നിന്ന് വരുന്നു, എന്തിനാ വരുന്നു, എത്ര പേര് സാധനം എടുക്കാതെ തിരിച്ചു പോകുന്നു, എത്ര പേര് റിപ്പീറ്റ് കസ്റ്റമർ ആവുന്നു, ഇതൊന്നും ട്രാക്ക് ചെയ്തിട്ടില്ല എന്നെങ്കിൽ അപ്പോൾ എന്ത് സംഭവിച്ചാൽ എന്തെങ്കിലും സെയിൽസ് കുറയുമ്പോൾ റാൻഡമായിട്ട് ഒരു ജസ്റ്റ് ഓഫർ ഇടുന്നു, കുറച്ച് റീല് പോസ്റ്റ് ചെയ്യുന്നു, കുറച്ച് ആഡ് വീഡിയോസോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആഡ് റണ്ണ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങളായിരിക്കും പലരും ചെയ്യുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഒരു മാർക്കറ്റിങ്ങിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതിൽ പെട്ടെന്ന് വരുന്ന റിയാക്ഷൻ മാത്രമേ അതിൽ പറയാൻ കഴിയുള്ളൂ. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിലൂടെ കൊണ്ടുപോകുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓരോ മാസവും ഇത്ര പേര് ബ്രാൻഡിനെ പുതിയതായിട്ട് അറിയണം, അതിൽ ഒരു ഇത്ര % ആളുകൾ നമ്മളെ ബിസിനസ്സിലേക്ക് എൻക്വയറി ചെയ്യണം. ഈ എൻക്വയറി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അപ്പോൾ തന്നെ ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് ചെയ്യുന്നതിൽ നിന്ന് ഇത്ര % ആളുകൾ നമ്മളെ കസ്റ്റമറായി മാറണം, ഇത്ര % ആളുകൾ കസ്റ്റമർ ആവുന്നതിൽ നിന്ന് റിപ്പീറ്റ് കസ്റ്റമറാക്കി മാറ്റണം. ഈ ഒരു പ്രോസസ്സ് എല്ലാ മാസവും റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ബിസിനസ്സുകളെ മാത്രമേ സ്കെയിൽ ചെയ്ത് ഗ്രോത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഒട്ടുമിക്ക ബിസിനസ്സിലും എന്താ സംഭവിക്കുന്നത്, ഓണർ ബിസി ആയില്ലെങ്കിൽ മാർക്കറ്റിംഗ് നിൽക്കും, അല്ലെങ്കിൽ മാർക്കറ്റ് ഹെഡ് ബിസി ആയി കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിലുള്ള കാര്യങ്ങളെല്ലാം നിൽക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിസൈനർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരെ പേഴ്സണൽ ഇഷ്യൂസിൽ അവർ ലീവ് എടുത്തു കഴിഞ്ഞാൽ ആ മാർക്കറ്റിംഗ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ സ്റ്റോപ്പ് ആവുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് എല്ലാ ബിസിനസ്സിലും വരുന്നതാണ്. അപ്പോൾ അതിന് വേറൊരു പരിഹാരം ഉടനെ കണ്ടിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാതെ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ, മാർക്കറ്റിംഗ് ഒരു ആക്ടിവിറ്റി മാത്രമല്ല, നമ്മളെ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. ഈ മെഷീനെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബിസിനസ്സിനെ നല്ല രീതിയിൽ ഗ്രോത്ത് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനും സാധിക്കും.